കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹൗ ലോങ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് പഠിച്ചു അല്ലെ? അപ്പൊ ഹൗ ലോങ് എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? എത്ര നേരമായി അല്ലെങ്കിൽ എത്ര നാളായി എന്നൊക്കെ ചോദിക്കാനാണ് ഹൗ ലോങ് ഉപയോഗിക്കുന്നത്. ഹൗ ലോങ് ഉപയോഗിക്കുമ്പോൾ ഓക്സിലറി വേണം, സബ്ജക്റ്റ്, വേർബ് എന്ന രീതിയിലാണ് എന്നൊക്കെയുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അപ്പൊ അത് ഞാൻ അതിന്റെ ലിങ്ക് ഇപ്പോൾ ഇവിടെ തരാം. നിങ്ങൾ ആ ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ ഓർത്തത്, ഹൗ ലോങ്ങിൽ ഹൗ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്കറിയാം അല്ലെ? അത് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ലോങ് നമ്മളുടെ എല്ലാം മനസ്സിലുള്ള ഒരു സാധനം ഇത്രയേ ഉള്ളൂ. നീളമുള്ളത്, നീണ്ടത് എന്ന് പറയാനാണ് നമ്മൾ ലോങ് ഉപയോഗിക്കുന്നത്. പക്ഷെ ലോങ് വെച്ചിട്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കാൻ കഴിയും. അപ്പൊ ടുഡേസ് ടോപ്പിക് ഈസ് ലോങ്. നമുക്ക് എപ്പോഴും അറിയുന്ന ഒരു കാര്യമാണ്, നമ്മൾ എക്സാമ്പിളായിട്ട് കേട്ടിട്ടുള്ളൊരു കാര്യമാണ്. അവൾക്ക് നീളമുള്ള മുടിയുണ്ട്. എങ്ങനെ പറയാത്? അവൾക്ക് ഷീ ഉണ്ട്, ഹാസ് നീളം, ലോങ് ഹെയർ. ഷീ ഹാസ് ലോങ് ഹെയർ. അവൾക്ക് നീളമുള്ള മുടിയുണ്ട്. ഈ യാത്ര ഭയങ്കര നീളമുള്ള യാത്രയാണ്. നമ്മൾ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ നമ്മൾ പറയില്ലേ, ദീർഘമായ യാത്രയാണ്. അപ്പൊ അതെങ്ങനെയാണ് പറയുന്നത്? ഇറ്റ് ഈസ് എ ലോങ് ജേർണി. നീളമുള്ള ഒരു യാത്ര, അത് കുറെ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയാണ് ലോങ് ജേർണി അല്ലെ? അതെന്ന് പറയുന്നത് ഇറ്റ്സ് എ ലോങ് ജേർണി. ലോങ് ജേർണി ആയിരുന്നു എന്നാണെങ്കിലോ ഇറ്റ് വാസ് എ ലോങ് ജേർണി. ആ ഒരു അർത്ഥം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ലോങ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ ലോങ്ങിന് ഇനിയും ഉപയോഗങ്ങളുണ്ട്. അതേതൊക്കെയാണെന്നോ? നമുക്ക് പറയണം, ഹോട്ടലിൽ നിന്ന് ബീച്ചിലേക്ക് നടക്കാൻ നോക്കുകയാണെങ്കിൽ കുറേ ദൂരമുണ്ട്. നമ്മളങ്ങനെ പറയും അല്ലേ? ഹോട്ടലിൽ നിന്ന് ബീച്ചിലേക്ക് നടക്കാനാണെങ്കിൽ കുറേ ദൂരമുണ്ട്. വീട്ടിൽ നിന്ന് കടയിലോട്ട് കുറേ ദൂരമുണ്ട്. അപ്പൊ ഈ കുറേ ദൂരമുണ്ട് എന്ന് പറയാൻ നമുക്ക് എന്താ ഉപയോഗിക്കേണ്ടത്? നീളമല്ലേ നമ്മളത് പറയുന്നത്? അവിടെ നമുക്ക് ലോങ് ഉപയോഗിച്ച് പറയാം. നീളമല്ലേ? കുറേ ദൂരം എന്ന് പറയുന്നത് അത് നീളത്തിനല്ലേ, ഡിസ്റ്റൻസ് അല്ലേ നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത്. അതിന് നമുക്ക് ലോങ് ഉപയോഗിച്ച് പറയാം. അപ്പൊ നമ്മൾ പറയാണ്, ദ ബീച്ച് ഈസ് എ ലോങ് വാക്ക് ഫ്രം ദ ഹോട്ടൽ. ദ ബീച്ച് ഈസ് എ ലോങ് വാക്ക് ഫ്രം ദ ഹോട്ടൽ. വാട്ട്സ് ദ മീനിങ്? ലോങ് വാക്ക് നടക്കാനാണെങ്കിൽ നീളമുണ്ട് എന്ന് പറഞ്ഞാൽ ദ ബീച്ച് ഈസ് എ ലോങ് വാക്ക് ഫ്രം ദ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ഹോട്ടലിൽ നിന്ന് നമുക്ക് ബീച്ചിലോട്ട് നടന്നു പോകാനാണെങ്കിൽ കുറെ ദൂരമുണ്ട്. അപ്പൊ അതെങ്ങനെയാ പറയേണ്ടത്? ദ ബീച്ച് ഈസ് എ ലോങ് വാക്ക്, നടന്നു പോകാനാണെങ്കിൽ ഫ്രം ദ ഹോട്ടൽ കുറെ നീളമുണ്ട്. ദ ഷോപ്പ് ഈസ് എ ലോങ് വേ ഫ്രം മൈ ഹൗസ്. വീട്ടിൽ നിന്നും കടയിലോട്ട് കുറെ ദൂരമുണ്ട്, ലോങ് വേ. The shop is a long way from my hotel, from my home. The shop is a long way from my house. ഷോപ്പ് എൻ്റെ വീട്ടിൽ നിന്നും ലോങ് വേ, കുറേ ദൂരത്താണ്. അപ്പൊ അതെന്താണ്? ലോങ് വേ ആണ്, കുറേ ദൂരത്ത്. മറ്റേത് നമ്മൾ പറഞ്ഞത് ദ ബീച്ച് ഈസ് എ ലോങ് വാക്ക് ഫ്രം ദ ഹോട്ടൽ. ഹോട്ടലിൽ നിന്ന് നടന്നു പോകാനാണെങ്കിൽ ബീച്ചിലോട്ട് കുറേ ദൂരമുണ്ട്. ദ ഷോപ്പ് ഈസ് എ ലോങ് വേ ഫ്രം മൈ ഹൗസ്. എൻ്റെ ഹൗസിൽ നിന്നും കുറേ ദൂരമുണ്ട് ഷോപ്പിലോട്ട്. അവിടെ നമ്മൾ ഉപയോഗിച്ചത് എന്താ? കുറേ ദൂരം എന്ന് പറഞ്ഞാൽ കുറേ നീളമുണ്ട്, ലോങ് ആണ് നമ്മൾ ഉപയോഗിച്ചത്. ഞാൻ കുറേ നേരം പഠിച്ചു. ഇന്ന് മോർണിംഗില് ഞാൻ കുറേ നേരം പഠിച്ചു. അതെങ്ങനെയാ പറയുക? ഐ സ്റ്റഡീഡ് ഫോർ എ ലോങ് ടൈം. കുറേ നേരം ഞാൻ പഠിച്ചു. I studied for a long time. ലോങ് ടൈം. ബാക്കി കാര്യങ്ങളൊക്കെ സെന്റൻസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് അല്ലെ? പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. സബ്ജക്റ്റ് V2 കൊടുത്തു. I studied for a long time. ഞാനിവിടെ കുറേ നാളായിട്ട് താമസിക്കുകയാണ്. ഇപ്പോഴും ഇവിടെ താമസിക്കുകയാണ്. കുറേ നാളായിട്ട് ഞാൻ ഇവിടെ താമസിക്കുകയാണ്. അപ്പൊ അതെങ്ങനെ പറയാം? I have lived here for a long time. I have lived here for a long time. ഇപ്പൊ ഞാൻ ഐ ഹാവ് ലീവ്ഡ് എന്ന് ഇവിടെ പറഞ്ഞപ്പോൾ നിങ്ങൾ പലരും ചിന്തിച്ചു ഐ ഹാവ് ബീൻ എന്ന് വേണ്ടേന്ന്. ഗ്രാമർ പഠിച്ചവർക്ക് വരുന്ന മിസ്റ്റേക്കാണിത്. അതിന്റെ ഒരു ക്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട്. എനിക്ക് പറ്റുമെങ്കിൽ ഞാൻ അതിന്റെ ലിങ്ക് ഇവിടെ കൊടുക്കാം കേട്ടോ. വലിയ വ്യത്യാസമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഇതാണ് ഗ്രാമർ. ഇങ്ങനെ ഫോക്കസ് ചെയ്തിരിക്കരുത്. നിങ്ങൾ സംസാരിക്കാൻ വേണ്ടി മാത്രം ശ്രമിക്കുക.
ഐ ഹാവ് ലീവ്ഡ്, ഞാൻ താമസിച്ചിട്ടുണ്ട്, ഹിയർ ഫോർ എ ലോങ് പീരീഡ് എന്ന് പറഞ്ഞാൽ കുറേ നാളായിട്ട് ഞാനിവിടെ താമസിക്കുകയാണ്, ഇപ്പോഴും താമസിക്കുകയാണ്. വി ഹാഡ് എ ലോങ് ഡിസ്കഷൻ. വി ഹാഡ് എ ലോങ് ഡിസ്കഷൻ. നീളമുള്ള ഡിസ്കഷൻ ഞങ്ങൾക്കുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ? കുറേ നേരം ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വി ഹാഡ് എ ലോങ് ഡിസ്കഷൻ. കുറേ നേരം ഞങ്ങൾ ഡിസ്കഷൻ ചെയ്തു, കുറേ നേരം ഞങ്ങൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. അബൌട്ട് ഇറ്റ്. ദ മീറ്റിംഗ് ലാസ്റ്റഡ് ഫോർ എ ലോങ് ടൈം. ദ മീറ്റിംഗ് ലാസ്റ്റഡ് ഫോർ എ ലോങ് ടൈം. കുറേ സമയം മീറ്റിംഗ് നീണ്ടു നിന്നു. ദ മീറ്റിംഗ് ലാസ്റ്റഡ് ഫോർ എ ലോങ് ടൈം. കുറേ നേരം ഡ്രൈവ് ചെയ്യാനുണ്ടായിരുന്നു. നമ്മളിപ്പോൾ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ നമ്മൾ പറയും കുറേ നേരം ഡ്രൈവ് ചെയ്യാനുണ്ടായിരുന്നു, സോ എനിക്ക് ബോറടിച്ചു. എങ്ങനെ പറയാ? ഇറ്റ് വാസ് എ ലോങ് ഡ്രൈവ് ദർ. കുറേ നേരം, ലോങ് ഡ്രൈവ് ദർ, നീണ്ടയുള്ള ഒരു ഡ്രൈവിംഗ് ആയിരുന്നു അങ്ങോട്ടേക്ക്. ഇറ്റ് വാസ് എ ലോങ് ഡ്രൈവ് ദയർ. നീണ്ട ഒരു ഡ്രൈവിംഗ് ആയിരുന്നു അങ്ങോട്ട്, കുറേ നേരം ഡ്രൈവ് ചെയ്യാൻ. അപ്പൊ എങ്ങനെ പറയാ? ഇറ്റ് വാസ് എ ലോങ് ഡ്രൈവ് ദർ. ലോങ് ഡ്രൈവ്, നീളമുള്ളതാണ്. ഇനി നമ്മൾ പറയും പാലത്തിന് 2 കിലോമീറ്റർ നീളമുണ്ട്. അതൊക്കെ നമ്മൾ എപ്പോഴും പറയുന്നല്ലേ. അപ്പൊ എങ്ങനെ പറയാം? ദ ബ്രിഡ്ജ് ഈസ് എ 2 കിലോമീറ്റേഴ്സ് ലോങ്. ബ്രിഡ്ജിന്, പാലത്തിന് 2 കിലോമീറ്റർ നീളമാണ്. ദ ബ്രിഡ്ജ് ഈസ് 2 കിലോമീറ്റേഴ്സ് ലോങ്. നീളമാണ് എന്ന് പറയാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ എന്താ നമ്മൾ പറയും അല്ലെ, ഈ കയറിന് ആ മരത്തിന്റെ മുകളിൽ എത്താൻ മാത്രമുള്ള നീളം ഉണ്ട് എന്ന് നമ്മൾ പറയും അല്ലെ. നമ്മൾ ചിലപ്പോൾ കയറൊക്കെ എടുത്ത് നമ്മൾ ഇതിന് മരത്തിന്റെ മുകളിൽ എത്താനുള്ള നീളമുണ്ടെന്ന് പറയും. അപ്പൊ കയറിന് എന്താ പറയുന്നത് നമ്മള്? റോപ്പ് അല്ലെ. റോപ്പാണ് കയറിന് നമ്മൾ പറയാം. കയറിന് അവിടെ എത്താനുള്ള നീളമുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? അപ്പൊ നിങ്ങളൊന്ന് സെന്റൻസ് ഒന്ന് ക്രിയേറ്റ് ചെയ്യാൻ മനസ്സിലൊന്ന് നോക്കി. മാത്രമുള്ള നീളമുണ്ട്, ലോങ്. ദ റോപ്പ് ഈസ് ലോങ് ഇനഫ് ടു റീച്ച് ദ ടോപ്പ് ഓഫ് ദ ട്രീ. ദ റോപ്പ്, കയറിന്, ലോങ് ഇനഫ്, നീളം ആവശ്യത്തിനുണ്ട്. എവിടെയാണ്? ടു റീച്ച്, എത്തിച്ചേരുക. എവിടെ? ടോപ്പ് ഓഫ് ദ ട്രീ. അപ്പൊ എങ്ങനെയാ മനസ്സിലായത്? ദ റോപ്പ് ഈസ് ലോങ്. എൻ്റെ ഒപ്പം നിങ്ങൾ പറയൂ. ദ റോപ്പ് ഈസ് ലോങ് ഇനഫ് ടു റീച്ച് ദ ടോപ്പ് ഓഫ് ദ ട്രീ. മരത്തിന്റെ മുകളിൽ എത്താനുള്ള അത്രയ്ക്കധികം ആവശ്യത്തിനുള്ള നീളം ഈ കയറിനുണ്ട്. നിങ്ങളതിപ്പോ എൻ്റെ ഒപ്പം തന്നെ പറയൂ. ദ റോപ്പ് ഈസ് ലോങ് ഇനഫ് ടു റീച്ച് ദ ടോപ്പ് ഓഫ് ദ ട്രീ. ദ റോപ്പ് ഈസ് ലോങ് ഇനഫ് ടു റീച്ച് ദ ടോപ്പ് ഓഫ് ദ ട്രീ. അപ്പൊ എന്താണ് ലോങ് ഇനഫ്? ഇനഫ് എന്ന് പറഞ്ഞാൽ മാത്രം, ആവശ്യത്തിനുള്ള നീളം. ലോങ് ഇനഫ്, ആവശ്യത്തിനുള്ള നീളം. ദ റോപ്പ് ഈസ് ലോങ് ഇനഫ് ടു റീച്ച് ദ ടോപ്പ് ഓഫ് ദ ട്രീ. മരത്തിന്റെ മുകളിൽ എത്താൻ പാകത്തിനുള്ള നീളം, എത്താൻ മാത്രമുള്ള നീളം കയറിന് ഉണ്ട്. പിന്നെ നമ്മൾ പറയും ദ ടേബിൾ ഈസ് ടു ലോങ്. കര നീളമാണ് ഈ ടേബിളിന്. ടു ഫിറ്റ് ഇൻ ദ റൂം. റൂമിൽ ഫിറ്റ് ആക്കാൻ പറ്റാത്തത്ര ടു ലോങ്, ഭയങ്കര നീളമാണ്. അതെങ്ങനെ പറയാ? ടേബിൾ ഈസ് ടു ലോങ് ടു ഫിറ്റ് ഇൻ ദ റൂം. റൂമില് ഫിറ്റ് ആക്കാൻ ഇത് പറ്റുമോ? ഇറ്റ്സ് ടു ലോങ്, ഭയങ്കര നീളമാണ്. സ്റ്റേഷനിലോട്ട് കുറേ ദൂരമുണ്ട്. എങ്ങനെ പറയാ? സ്റ്റേഷനിലോട്ട് കുറേ ദൂരമുണ്ട്. ദൂരം, ലോങ്. അതെങ്ങനെ പറയാ? ഇറ്റ്സ് എ ലോങ് വേ ടു ദ സ്റ്റേഷൻ. ഇറ്റ്സ് എ ലോങ് വേ ടു ദ സ്റ്റേഷൻ. അപ്പൊ നമ്മൾ ഇന്ന് ലോങ് എന്നൊരു കുഞ്ഞൻ വാക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വാക്കുകൾ സംസാരിച്ചത് അല്ലെ. ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ലോങ് എന്ന, നമുക്ക് എല്ലാവർക്കും അറിയുന്നത് നീളത്തിന് മാത്രം ഇങ്ങനെ നമുക്ക് പറയാം. പക്ഷെ നീളമാണ് ലോങ്ങിന്റെ അർത്ഥം ഡിസ്റ്റൻസ്, ദൂരം എങ്ങനെയാണെന്ന് പറയാൻ. അപ്പോൾ ഇത്ര ദൂരമുണ്ടെന്ന് പറയുന്നത് ആ നീളമല്ലേ. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ലോങ് ഉപയോഗിച്ച് പറയാൻ പറ്റുമെന്ന് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു. അപ്പൊ നിങ്ങൾ ഇന്ന് എന്താ ചെയ്യേണ്ടത്? ആഫ്റ്റർ ദ ക്ലാസ് നിങ്ങൾ എന്ത് ചെയ്യണം? 1-2 സെന്റൻസുകൾ ഈ ലോങ് ഉപയോഗിച്ച് നമ്മുടെ കമന്റ് ബോക്സിൽ കൊടുക്കണം കേട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. നമ്മൾ ഫെബ്രുവരി 5 തുടങ്ങാനിരുന്ന ക്ലാസ്
തുടങ്ങിയേക്കാം എന്ന് വിചാരിച്ചപ്പോൾ തന്നെ ഒത്തിരി പേര് എഗെയിൻ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അത് നമ്മൾ നീട്ടി വെച്ചിട്ടുണ്ട്. ഫെബ്രുവരി 15-നാണ് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ള ക്ലാസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇനിയും നിങ്ങൾ ആരെങ്കിലും ഒക്കെ ജോയിൻ ആവാൻ താല്പര്യപ്പെടുന്നുണ്ട് എങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് കോൾ ചെയ്യും. എന്തിനാ നിങ്ങൾ ആ നിമിഷത്തേക്ക് വേണ്ടി വെക്കുന്നത്? അതല്ലേ പ്രശ്നം പറ്റുന്നത്. പെട്ടെന്ന് തന്നെ എനിക്ക് വോയിസ് അയച്ചാലായിരിക്കും ഏറ്റവും എളുപ്പം. അല്ലെങ്കിൽ ഞാൻ ക്ലാസ് ഒക്കെ എടുക്കുകയായിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ മെസ്സേജ് നിങ്ങൾ റിപ്ലൈ തന്നാൽ നിങ്ങൾ ക്ലാസ്സിൽ ജോയിൻ ആകാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം.